ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഡേ ആണ്. ഞങ്ങൾക്ക് സാധാരണ യൂണിഫോമാണ്. ഇന്ന് ഹോസ്പിറ്റൽ ഡേ ആയതുകൊണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇത്. ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. പിന്നെ ഈവനിങ് ആയപ്പോഴാണ് എനിക്ക് ജസ്റ്റ് ഒന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ജസ്റ്റ് ക്യാപ്ചർ ചെയ്ത വീഡിയോ ആണിത്. എന്താണ് തലവേദനയോ? തലവേദന സാധനത്തിന് തലവേദന അല്ല. പിന്നെ ഞങ്ങൾ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ ഡേ നടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടോ. കടവന്ത്ര ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലാണ് ഞങ്ങളുടെ സെലിബ്രേഷൻ നടക്കുന്നത്. പിന്നെ നല്ല അടിപൊളിയാണ് അവിടുത്തെ ഡെക്കറേഷൻ എല്ലാം കാണാൻ. ഈ വീഡിയോ കണ്ടില്ലേ, ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഡാൻസ് ആണ്. അപ്പം ഞങ്ങൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് വേഗം ഹോസ്പിറ്റലിൽ നിന്ന് ഓടിക്കതച്ച് വന്നത് കേട്ടോ. ഈ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് എസ്തർ വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ കാണാനൊക്കെ. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. കാണുന്നുണ്ടല്ലോ ഹൈറ്റ് കുറവായതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇറ്റ്സ് ഓൾവേസ് എ പ്ലെഷർ കമ്മിങ് ആൻഡ് മീറ്റിംഗ് പീപ്പിൾ, ഇന്ററാക്ടിങ് വിത്ത് ദെം. അങ്ങനെ നല്ല കുറേ അടിപൊളിയായിട്ടുള്ള കുറേ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നേ കാണാൻ. പക്ഷെ ക്യാമറയുടെ വീഡിയോ ആണെങ്കിലോ എടി കുറച്ചൊക്കെ കിട്ടി, പക്ഷെ അന്നെ കട്ടിയില്ല. ഞാൻ എന്നിട്ട് എനക്ക് വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒറ്റയ്ക്കൊന്ന് നിന്നു. ഇവിടെ ഒറ്റയ്ക്ക് വന്നിട്ട് ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് ഞാൻ അന്നെ കളി കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ലാസ്റ്റ് കളി കഴിഞ്ഞതിന് ശേഷമാണ് ക്യാമറ നോക്കിയത്. ഒന്നും കിട്ടിയില്ല, കുറച്ചൊക്കെ കിട്ടിയിരുന്നു. പക്ഷെ അന്നെ ക്ലിയർ ആയിട്ട് കാണില്ല. കുറച്ചും കൂടി ജീവനോടെ കളിക്കായിരുന്നു. നിനക്കറിയോ പകുതി തലറങ്ങയുടെ വീടെന്നുള്ള കാറൊക്കെ നിറച്ചിട്ട് കറങ്ങാൻ കൂടി എന്നിട്ട് പിന്നെ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചു ടീച്ചറാ താവല്ലെന്ന് പറഞ്ഞോണ്ട് ഇല്ലോ നമുക്ക് കഴിക്കാം. ഹായ് ഗൈസ്, എന്റെ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായമൊക്കെ കൃഷി പറയും. അതെന്താ കാര്യം വെച്ചാൽ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നതായിരുന്നു. അങ്ങേ മൂലക്കയിലൊക്കെ പോയി നിന്നു. പക്ഷെ സംഭവിച്ചത് ക്യാമറ ആണെങ്കിൽ രസമുണ്ടായിരുന്നു. ആൾക്കാർ പിന്നെ ഫുള്ളായിട്ടൊന്ന് ഫ്രെയിം നോക്കുമ്പോ നല്ല ഭംഗിയുണ്ടായിരുന്നു. മറ്റുള്ളവരെ വെച്ചൊക്കെ ഞാനാണോ ഷോക്കായിട്ട് കളിച്ചത്? അല്ലല്ല, എല്ലാരും നല്ല രസത്തിൽ കളിച്ചു. ആരായിട്ട് നീ തന്നെ അടിപൊളിയായിട്ട് കളിച്ചു. അതാണ് ഈ സ്പോർട്സ് വേണ്ടത്. ഞാൻ ഓർത്ത് കഴിച്ചു ഇവര് ഞാൻ വരുന്നതിന് മുമ്പ് ഫുഡൊക്കെ കഴിക്കുമെന്ന്. പക്ഷെ എന്റെ ബാലൻസ് കഴിച്ചില്ല. സമാധാനം. എന്ത് പറയാനുള്ളത് ഡാൻസിനെ കുറിച്ചിട്ട്? നീയല്ലേ പറയണ്ടേ? നല്ല രസമുണ്ടായിരുന്നു. അല്ല, നിന്റെ എക്സ്പീരിയൻസ് കൊള്ളായിരുന്നു കഴിച്ചു. ഞാൻ ഓർത്ത് ഞാനവിടെ തലറങ്ങി കിടക്കുന്നു, പക്ഷെ കളിച്ച് തീർത്തു. അപ്പത്തിന് ഫുഡ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഡോക്ടേഴ്സിൻ്റെ പ്രോഗ്രാം തുടങ്ങി. സത്യം പറയാലോ, എന്ത് രസമായിരുന്നു എന്നറിയോ കാണാൻ. നമ്മൾ ഡോക്ടേഴ്സ് ഇങ്ങനെ കളിക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം അത്രയും അടിപൊളിയായിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബാക്ക് സൈഡ് പോയപ്പോൾ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഹോസ്റ്റലിൽ പോയേ.